ഇറാനെ എളുപ്പത്തിൽ വീഴ്ത്താൻ സാധിക്കില്ലെന്ന് തിരിച്ചറിയുന്നുണ്ട് അമേരിക്കയും ഇസ്രയേലും. USA പോലുള്ള വൻ ശക്തിയെ കൂട്ടുപിടിച്ചിട്ടും ഇസ്രയേൽ പ്രതീക്ഷിച്ച പോലെ ഒരു തിരിച്ചടി ഇറാനുമേൽ വീഴ്ത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി അവർ കരുതിയിരിക്കുന്ന വജ്രായുധം തന്നെ പ്രയോഗിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ലോക വ്യാപാരത്തിന്റെ നട്ടെല്ല് ലക്ഷ്യമിട്ടിരിക്കുകയാണ് രാജ്യം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സമാധാന സ്ഥിതി അസ്ഥിരമായതിനൊപ്പം ആഗോള ഊർജ്ജ വ്യാപാരവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പലിനെയും കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അറേബ്യൻ കടലിനെയും പേർഷ്യൻ ഗൾഫിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള ഭൂരിഭാഗം ഇന്ധനവും ഒഴുകുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ ആഗോള എണ്ണ വ്യാപാരത്തിലും അതുവഴി സമ്പദ് വ്യവസ്ഥയിലും വരാൻ പോകുന്നത് കടുത്ത പ്രതിസന്ധികളാവും. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന അതിപ്രധാനമായ ഒരു സമുദ്രപാതയാണ് ഹോർമുസ് കടലിടുക്ക്. വടക്ക് ഇറാനും തെക്ക് ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അതിരിടുന്ന ഈ ജലപാതയ്ക്ക് അതിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് വെറും 33 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ആകെ ദൈർഘ്യം ഏകദേശം 50 കിലോമീറ്ററോളം വരുമെങ്കിലും 60 മീറ്ററിലേറെ ആഴം എവിടെയുമില്ല എന്നും കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയാണിത്. ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് ലോകത്ത് സമുദ്രമാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 25% കടന്നു പോകുന്നത്. ഇവിടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാവുന്ന പാതയ്ക്ക് ഏകദേശം 3.2 കിലോമീറ്റർ വീതി മാത്രമാണുള്ളത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ ചെക്ക് പോയിന്റാണ് ഹോർമുസ് എന്ന് അമേരിക്ക പോലും സമ്മതിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള നാവിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഇറാന്റെ മിലിറ്ററി വിഭാഗമായ റവല്യൂഷണറി ഗാർഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളായ സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ് എന്നിവയെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഏക കവാടമാണിത്. ഒമാൻ ഉൾക്കടലിലെയും അറേബ്യൻ കടലിലേക്കും അതുവഴി മറ്റ് രാജ്യങ്ങളിലേക്കും ഇന്ധനമെത്താനുള്ള ഏക വഴിയും ഇതുതന്നെയാണ്. ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കപ്പൽ പാതയിലൂടെ പ്രതിദിനം ഏകദേശം 20 ദശലക്ഷം ബാരൽ സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക്. അസംസ്കൃത എണ്ണ മാത്രമല്ല, ഊർജ്ജ ആവശ്യങ്ങൾക്കാവശ്യമായ പ്രകൃതിവാതകവും ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ 1/5 വരും. ഖത്തറിൽ നിന്നാണ് പ്രധാനമായും ഇതിന്റെ കയറ്റുമതി നടക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ ഈ പ്രത്യേകതയാണ് ഹോർമുസിനെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ചെക്ക് പോയിന്റാക്കി മാറ്റുന്നത്. ഇതടയ്ക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈനിക നീക്കത്തെക്കാൾ ഉപരിയായി ആഗോളതലത്തിൽ പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ആയുധമാണ്. ലോകം തന്നെ നിശ്ചലമാകും ഹോർമുസ് പാത എന്നേക്കുമായി അടയ്ക്കുകയാണെങ്കിൽ. ഹോർമുസ് വഴിയുള്ള വ്യാപാരം അനുവദിക്കില്ലെന്നും ഈ പാത അടച്ചിട്ടതായും ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചിട്ടുണ്ട്. ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. ഹോർമുസ് അടച്ചതായി ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28-ന് ഹോർമുസ് മേഖലയിൽ വളരെ കുറച്ച് ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സംഘർഷ വിവരം പുറത്തുവന്നതിന് പിന്നാലെ കപ്പലുകൾ ഹോർമുസ് പാത ഉപേക്ഷിക്കുകയായിരുന്നു. മറ്റു ചില ടാങ്കറുകൾ മുൻകൂട്ടി നിശ്ചയിച്ച ചരക്ക് നീക്കം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ആക്രമണങ്ങൾ നടക്കുന്നത് കരയിലാണെങ്കിലും അത് വൈകാതെ സമുദ്രമേഖലയിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭീഷണികളെ തുടർന്ന് കപ്പൽ ചരക്കു നീക്കം തടസ്സപ്പെട്ടാൽ അത് ഏഷ്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥകളിലൂടെ പ്രതിഫലിക്കും. മാത്രമല്ല, ഇറാന്റെ സ്വന്തം കയറ്റുമതിയിലും ഇത് ബാധിക്കും. അത് എണ്ണ കയറ്റുമതിയെ ആശ്രയിക്കുന്ന രാജ്യത്തിന്റെ വരുമാനം ഇടിയുന്നതിലേക്കാവും എത്തിക്കുക എന്നതാണ് ഇതിന്റെ മറുവശം.